ദൈവത്തിന്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നവമാധ്യമത്തിലൂടെ ദേശത്തിന്റെ നാനായിടങ്ങളിലായിരുന്നുകൊണ്ട് ഈ വിശുദ്ധ ആരാധനയിൽ പങ്കാളികളായിത്തീരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വിശുദ്ധ ആരാധനയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തെ ആരാധിക്കാനായിട്ട് വലിയവനായിരിക്കുന്ന ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തുതിയും സ്തോത്രവും നമുക്ക് കരയറ്റാം. ആരാധനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ അവിടുത്തെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം വലിയവനായിരിക്കും ദൈവം ഒരിക്കൽ ഭാഗ്യത്തിനായി സ്തുതിക്കുന്ന കർത്താവേ. ഓരോ പുതിയ പ്രഭാതത്തിലും അവിടുത്തെ വിശ്വസ്തതയും അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുതലും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ വലിയവനായിരിക്കും ദൈവം ഒരുക്കുന്ന ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ദേശത്തിന്റെ നാനായിടങ്ങളിലായിരുന്നുകൊണ്ട് ഈ വിശുദ്ധ ആരാധന പങ്കാളികളായി തീരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുത്തെ റോഷിന്റെ മറവിൽ അവിടുന്ന് മറയ്ക്കണമേ. ആത്മാവിൽ ബലം പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആദ്യോടന്തം അവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ മറവിൽ അവിടുന്ന് ഞങ്ങൾ എല്ലാവരെയും മറക്കി പ്രാർത്ഥിക്കുന്നു. സകലവിധമായ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. സകലമാനവും മഹത്വവും എടുക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ക്രിസ്തീയ ഗീതങ്ങളിൽ 27ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 27ാമത്തെ ഗീതം ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Shri Mandala Duri
ദൈവമാത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലെ സത്യത്തിൽ നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ നിരസ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യങ്കലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശം ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവീക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാൻ നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ആയതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായിട്ട് നമ്മെ തന്നെ ശോധന ചെയ്യാം. കഴിഞ്ഞൊരാഴ്ച കാലം നമ്മുടെ ജീവിതയാത്രയിൽ വന്നു പോയിരിക്കുന്ന കുറവുകളെയും കുറ്റങ്ങളെയും നമുക്ക് ദൈവത്തിലേക്ക് സമ്പൂർണ്ണമായിട്ട് ഏറ്റുപറയാം. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ നോട്ടങ്ങളിൽ, വിചാരങ്ങളിലൊക്കെയും ദൈവത്തിന് അനിഷ്ഠിതമായിരിക്കുന്നത് നാം ഓരോരുത്തരും ചെയ്തിരിക്കുന്നു. എന്നാൽ നമ്മുടെ പാപങ്ങൾ എത്ര കടുംചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്നല്ല ചെയ്തിരിക്കുന്ന സ്വർഗീയ പിതാവിന്റെ അരുമസന്നിധിയിലേക്കാണ് നാം അടുത്തു വന്നിരിക്കുന്നത്. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളെ ഉള്ളതുപോലെ ശോധന ചെയ്യുന്ന ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളേറ്റു പറഞ്ഞ് ഒരു നിമിഷം ദൈവസന്നിധിയിൽ
നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായിട്ട് ഏറ്റുപറയാം. നാലാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുകാരായി തീരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റനിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുമ്പാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തിൽ ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ചു ബലപ്പെടുത്തി നിത്യജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവിനെ സ്തുതിപ്പിൻ, കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 100-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകൾ തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ സമയത്ത് ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, സുവിശേഷം എന്നീ ക്രമത്തിൽ ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് ഈ സമയത്ത് ശ്രമിക്കാം. First reading is taken from Esther chapter 8 verses 1 to 7. Esther chapter 8 verses 1 to 7. That same day King Xerxes gave Queen Esther the estate of Haman, the enemy of the Jews, and Mordecai came into the presence of the king, for Esther had told how he was related to her. The king took off his signet ring, which he had reclaimed from Haman, and presented it to Mordecai, and Esther appointed him over Haman's estate. Esther again pleaded with the king, falling at his feet and weeping. She begged him to put an end to the evil plan of Haman the Agagite, which he had devised against the Jews. Then the king extended the gold scepter to Esther, and she arose and stood before him. If it pleases the king, she said, and if he regards me with favor and thinks it the right thing to do, and if he is pleased with me, let an order be written overruling the dispatches that the Haman son of Hammedatha the Agagite devised and wrote to destroy the Jews in all the king's provinces. For how can I bear to see disaster fall on my people? How can I bear to see the destruction of my family? King Xerxes replied to Queen Esther and to Mordecai the Jew, because Haman attacked the Jews, I have given his estate to Esther, and they have impaled him on the pole he has set up. Here ends the first reading. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 12. 12ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അതരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. കപടമുള്ള അതരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അതരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനൻ ആർ എന്ന് അവർ പറയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും.
രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങൾ ആകുന്നു. നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും. ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. Today's second lesson is taken from Paul's letter to the Philippians, chapter 2, verses from 25 to 30. Philippians chapter 2, verses from 25 to 30. I have thought it necessary to send you our brother Epaphroditus, who has worked and fought by my side and who has served as your messenger in helping me. He is anxious to see you all and is very upset because you had heard that he was ill. Indeed, he was ill and almost died, but God had pity on him, and not only on him but on me too, and spared me an even greater sorrow. I am all more eager then to send him to you, so that you will be glad again when you see him, and my own sorrow will disappear. Receive him then with joy as a brother in the Lord. Show respect to all such people as he, because he risked his life and nearly died for the sake of the work of Christ, in order to give me the help that you yourselves could not give. Here ends the second lesson. Praise be to God. ഈ വിശുദ്ധ ആരാധനയിൽ വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനം ശ്രദ്ധയോടെ കേൾക്കും. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തിന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നാം വായിച്ചു കേട്ടത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവവചന കേൾവിക്ക് നമ്മെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 237-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 237-ാമത്തെ കീർത്തനം ചേർന്ന് പാടി ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ും
പാർത്തു സന്തോഷിക്കാം, കീർത്തിച്ചു ഘോഷിക്കാം തൻ സ്തുതി. വാദ്യത്തോടു ചേർത്തു നിൻ സ്വരം, ഹല്ലേലൂയ ഗീതം പാടുക. കർത്തനിൽ പാർത്തു സന്തോഷിക്കാം, കർത്തനിൽ പാർത്തു സന്തോഷിക്കാം. ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം, തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല പുതിയ പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അല്പസമയം അവിടുത്തെ ജീവനും ചൈതന്യമുള്ള അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൻ കീഴിലായിരിക്കട്ടെ. വചനം ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ തന്നെ വചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരവും ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നതുമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് അങ്ങ് ഇടയാകാൻ പ്രാർത്ഥിക്കുന്നു. കൃപയെ ഞങ്ങളെ പൊതിയണം, സകലമാനവ മഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ നവമാധ്യമത്തിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിലനിൽക്കുവാനായിട്ട് വലിയവനായിരിക്കുന്ന ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം കരയറ്റുകയും ചെയ്തു. വളരെ സംഭവബഹുലമായിരിക്കുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഞെരുക്കങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളുമൊക്കെ ഈ നാളുകളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ആ അദൃശ്യമേറിയ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ ആയിരിക്കാൻ വലിയവനായിരിക്കും ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം ദൈവരാജ്യത്തിനായിട്ട് നഷ്ട സാധ്യതകൾ സ്വീകരിക്കുക എന്നതാണ്. ദൈവരാജ്യത്തിനായി നഷ്ട സാധ്യതകൾ സ്വീകരിക്കുക എന്നതാണ് ഇന്ന് ദക്ഷിണേന്ത്യ സഭ ഒരുമിച്ച് ധ്യാനിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ചൈന ഇൻലാൻഡ് മിഷന്റെ സ്ഥാപകനായിരിക്കുന്ന ഹഡ്സൺ ടൈലർ ഇങ്ങനെ എഴുതി: ദൈവത്തിനായിട്ടുള്ള പ്രവൃത്തികളിൽ നഷ്ടസാധ്യത സ്വീകരിക്കാനായില്ല എങ്കിൽ നമുക്ക് വിശ്വാസത്തിന്റെ അനിവാര്യതയില്ല എന്ന് അദ്ദേഹം എഴുതാൻ സാധിച്ചു. അപ്പോൾ വിശ്വാസത്തിന്റെ പ്രായോഗികത അല്ലെങ്കിൽ ആവശ്യകതയാണ് നഷ്ട സാധ്യതകൾ സ്വീകരിക്കുക എന്നത്. കാരണം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നത് സ്വസ്ഥമായിരിക്കുന്ന സമൃദ്ധസുന്ദരമായിരിക്കുന്ന ഒരു ജീവിത അനുഭവങ്ങളിലേക്കല്ല, മറിച്ച് ക്രൂശിന്റെ ആധ്യാത്മികമായിരിക്കുന്ന യേശുവിന് വേണ്ടി ചില നഷ്ട സാധ്യതകൾ ഏറ്റെടുക്കുവാൻ വേണ്ടിയാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നത് മറന്നുപോകരുത്. ചില നഷ്ടസാധ്യതകളെ സ്വീകരിക്കുവാനും ചിലരിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കുവാനും, അതുകൊണ്ട് നമ്മെ കർത്താവ് എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു എന്നത് ഞാനും നിങ്ങളും ആത്യന്തികമായിട്ട് തിരിച്ചറിയുന്നു. മാത്രമല്ല, സൃഷ്ടിപരമായിരിക്കുന്ന ഏതൊരു പ്രവൃത്തിയിലും പിന്നിലും നഷ്ട സാധ്യതകൾ സ്വീകരിക്കുക എന്ന അനിവാര്യത ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നഷ്ടസാധ്യതകളുടെ ദൈവശാസ്ത്രം? ദൈവരാജ്യ അനുഭവത്തിൽ നഷ്ടസാധ്യതകളുടെ ആവശ്യകത എന്ത്?
ഈ ചോദ്യങ്ങളൊക്കെയും ഇന്ന് നമുക്ക് വായിച്ചു കേട്ട വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവരാജ്യത്തിനായിട്ട് നഷ്ടസാധ്യതകൾ ഏറ്റെടുക്കുക എന്നതിന്റെ സാങ്കത്യം എന്താ എന്ന് ഈ മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിങ്കൽ ഓരോ വിശ്വാസികളായിരിക്കുന്ന ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു ധ്യാനത്തിലേക്കാണ് നാം ഒരുമിച്ച് കടക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവരാജ്യ സമൂഹം നഷ്ടസാധ്യതകൾക്കായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ദൈവരാജ്യ സമൂഹം നഷ്ടസാധ്യതകൾക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്ന് നാം വായിച്ചു കേട്ട 12-ാം സങ്കീർത്തനമാണ് ഇതിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത്. അവിടെ എങ്ങനെ വായിക്കുന്നു? യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു, ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു എന്ന്. അപ്പോൾ ഈ 12-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് അനീതിക്കെതിരെയുള്ള വേദ പുസ്തക ചിന്താധാരകളെ സമന്വയിപ്പിക്കുന്ന ശക്തീകരണമാണ് ഈ 12-ാം സങ്കീർത്തനത്തിൽ നാം ദർശിക്കുന്നത്. ഇവിടെ പറയുകയാണ്, സമൂഹത്തിന്റെ അതിക്രമങ്ങളൊക്കെ പെരുകുന്ന ഒരു പരിതോവസ്ഥയിൽ ദൈവസഹായം അർത്ഥിക്കുന്ന ആരാധനകളാണ് ഇവിടുത്തെ സങ്കീർത്തനക്കാരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ലോകം മുഴുവൻ വാവിഷ്ടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കെ അതിനപ്പുറമുള്ള ഒരു കാഴ്ച വിശ്വാസ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കണം. അതുകൊണ്ട് ദൈവരാജ്യ സമൂഹം എന്ന് പറയുന്നത് നഷ്ടസാധ്യതകൾക്കായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് വർത്തമാന കാലത്തിന് അതീതമായിട്ട് കാണുവാൻ കഴിയുന്ന വിശ്വാസത്തിന്റെ പ്രത്യാശയിൽ ധൈര്യം ഉൾക്കൊള്ളുന്നതാണ് ഈ 12-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സാധാരണമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരനിതാ തന്റെ വിശ്വാസ കണ്ണുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥന അർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവികമായിരിക്കുന്ന സ്വാധീനത്തിൽ ജീവിക്കുന്ന ഭക്തന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ ന്യൂനപക്ഷമായിരിക്കുകയാണ്. വിശ്വാസവും വിശ്വാസ സമൂഹം എന്ന് പറയുന്നത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനെ പോലെ തന്നെ സമാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവ് ദൈവത്തോട് പരാതിപ്പെടുന്നത് സമാനമായിരിക്കുന്ന ഒരു വിലാപമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ചതിയും വ്യാജവും കപടഭക്തിയും നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൾ കൊണ്ട് അത്തരം ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. അവർ തങ്ങളുടെ സ്വന്തം ശക്തിയെക്കുറിച്ച് അഹങ്കരിക്കുകയാണ്. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന് പറയുന്ന ഇവർ തങ്ങളുടെ ഒപ്പമുണ്ടായെന്ന് വ്യാജമായി പറയുവാൻ തങ്ങളുടെ നാവുകളെ ഉപയോഗിക്കുകയാണ്. ഇവിടെ അവർ ദൈവത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ദൈവശക്തിയെ തിരിച്ചറിയുന്നില്ല. അവർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുന്നതിനെ പറ്റി ബോധവാന്മാരല്ല. അവർ പറയുന്നത് അവർ അവരവരോട് മാത്രം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നാണ് പറയുന്നത് ഇവിടെ. എന്നാൽ സഹായിപ്പാൻ കഴിയാത്ത, സഹായിപ്പാൻ ആരുമില്ലാത്ത അവരുടെ വിവേചനത്തെ കുറിച്ച് അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം അവരുടെ
പക്ഷത്ത് ഉണ്ട് എന്ന സുവാർത്തയാണ് ഈ സങ്കീർത്തനത്തിന്റെ ഏറ്റവും വലിയ സാരാംശം എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ് സങ്കീർത്തനക്കാരൻ, ദുഷ്ടതകൾ പെരുകുന്നു എന്ന് തോന്നുമ്പോഴും ദൈവം ഇടപെട്ട് വിടുവിക്കുമെന്നുള്ള ഒരു പ്രത്യാശ എന്ന് പറയുന്നത് അത് സജീവമായിട്ട് ഈ സങ്കീർത്തനത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ പ്രത്യാശ എന്ന് പറയുന്നത് നാം അധിവസിക്കുന്ന നമ്മുടെ വർത്തമാനകാല സമൂഹത്തിൽ എന്നെ നിങ്ങളെ പ്രത്യാശയോടുകൂടെ നിലനിൽക്കുവാനായിട്ട് സഹായിക്കും. മാത്രമല്ല ഭാവിയിൽ അതിൻ്റെ പൂർണ്ണത അനുഭവമാകുകയും ചെയ്യും. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തെ കുറിച്ചുള്ള സാധാരണ വീക്ഷണം അത് വേദനയിൽ നിന്നും സുഖാനുഭൂതിയിലേക്കും ഞെരുക്കത്തിൽ നിന്ന് സമൃദ്ധിയിലേക്കുമുള്ള ഒരു പ്രയാണമാണ് എന്നതാണ്. അതാണ് ജീവിതത്തെക്കുറിച്ച് സാധാരണയായിട്ട് നാം എല്ലാവരും ചിന്തിക്കുന്നത്. പ്രയാസങ്ങളും പ്രശ്നങ്ങളുമില്ലാത്ത ഒരു ജീവിതമാണ് സാധാരണ എല്ലാവരും കാക്ഷിക്കുന്നത്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ജീവിതത്തിൽ ഭാരങ്ങളില്ലാത്ത, നൊമ്പരങ്ങളില്ലാത്ത, നെടുവേർപ്പുകളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, സുഖസമൃദ്ധമായിരിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഇവിടെ ഈ വീക്ഷണം അനുസരിച്ച് ജീവിതത്തിൽ കഷ്ടതകൾക്കും നഷ്ടങ്ങൾക്കും ഒന്നും സ്ഥാനമില്ല. ഇങ്ങനെ ഒരു ജീവിതാനുഭവത്തിൽ നമ്മുടെ ആഗ്രഹം എങ്ങനെയായാലും ജീവിതത്തിൽ കഷ്ടതകളും നഷ്ടങ്ങളും കണക്കിലെടുത്തേ മതിയാകുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ദൈവരാജ്യ സമൂഹം എന്ന് പറയുന്നത് ദൈവത്തിനു വേണ്ടി നഷ്ട സാധ്യതകൾ എടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുവാനുള്ള ശുശ്രൂഷയിലേക്കാണ് ഓരോ ക്രിസ്തീയ വിശ്വാസിയെയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് വലിയൊരു പദവിയാണ്, അത് വലിയൊരു വിളിയാണ് എന്നത് മറന്നു പോകുവാനായിട്ട് പാടില്ല. ക്രിസ്തുവിന്റെ ക്രൂശ് വരിച്ചുകൊണ്ട് അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാനായിട്ടാണ് ദൈവരാജ്യ സമൂഹമായിട്ട്, ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ടസാധ്യതകൾ ഏറ്റെടുക്കുവാനായിട്ട് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നത് ഒരിക്കലും മറന്നു പോകരുത്. ആ ക്രിസ്തുവിനോട് ചേർന്ന് എനിക്ക് നിങ്ങൾക്കും യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കണം. അതാണ് സങ്കീർത്തനക്കാരന്റെ ആ പ്രാർത്ഥനയിൽ നിന്ന് ഉരുവിടുന്ന ഏറ്റവും വലിയ സാരാംശം എന്ന് പറയുന്നത്. 2, നഷ്ടസാധ്യതകൾ സ്വീകരിക്കുന്ന ദൈവത്തോട് ഒപ്പം ജീവിക്കുന്ന ദൈവരാജ്യ അനുഭവം എന്നതാണ്. നഷ്ടസാധ്യതകൾ സ്വീകരിക്കുന്ന ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ദൈവരാജ്യ അനുഭവത്തെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം. നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനമാണ് അതിനെടുത്തിരിക്കുന്നത്. നമ്മുടെ സ്വന്തമായിരിക്കുന്ന പരിമിതികളിൽ ഒതുങ്ങുന്ന നഷ്ട സാധ്യതകളല്ല ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള റിസ്ക് എന്ന് പറയുന്നത്. അത് ദൈവത്തോട് ഒപ്പമുള്ള ഒരു പരിശ്രമമാണ് എന്നത് ഒരിക്കലും മറന്നുപോകരുത്. ദൈവത്തിന്റെ ആഹ്വാനങ്ങളെ സ്വീകരിക്കുവാനും അത് വിശ്വസിക്കുന്നതും ദൈവത്തിന്റെ പിന്നാലെ പ്രയാണം ചെയ്യുന്നതുമാണ് ഇവിടെ അനിവാര്യമായിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അവിടെ പറയുന്നുണ്ട്, അവിടെ എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല എന്ന് പറയുന്നത്. ഇവിടെ ക്രൂശ് എന്നതുകൊണ്ട്
എടുത്തുകൊണ്ട് അനുഗമിക്കുവാൻ യേശു തന്റെ ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുകയാണ്. ക്രൂശെടുത്ത് അനുഗമിക്കാത്തവരും എനിക്ക് യോഗ്യരല്ല എന്നാണ് യേശുവിന്റെ നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ രക്തം ചീന്തിയുള്ള വിമോചനമല്ല, സ്വന്തം രക്തം ചീന്തി പരസ്നേഹമായിട്ട് ജീവിതവും പ്രവർത്തനവുമാണ് ക്രൂശിന്റെ തത്വശ്വാസം എന്ന് പറയുന്നത്. തന്നെ താൻ ക്രൂശിന്റെ അനുഭവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട്. അതുകൊണ്ട് സ്വയം കുരിശ് വഹിക്കാതെ മറ്റുള്ളവരുടെ മേൽ കുരിശേൽപ്പിച്ചുകൊണ്ട് നിസ്സംഗരായിരിക്കുന്ന കാഴ്ചക്കാരായിട്ട് നടക്കാനോ സമൃദ്ധിയുടെയോ അവകാശാനുകൂല്യത്തിന്റെയോ പാതയിലൂടെ നടക്കാനോ ഇന്ന് പലർക്കും ആഗ്രഹമെന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും നമുക്ക് നമ്മെ തന്നെയല്ല, നമുക്ക് കർത്താവിന് വേണ്ടി ക്രൂശ് എടുക്കുവാനായിട്ട് ഇന്ന് പലപ്പോഴും പലരും തയ്യാറാണ്. ആ വലിയ ഭാരം അത് മറ്റുള്ളവരെ ഏൽപ്പിച്ച് ഒരു കോണിൽ കാഴ്ചക്കാരായിട്ട് നിൽക്കുവാനായി ഇന്ന് പലർക്കും ആഗ്രഹം. കുരിശെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വേദനയുടെ പ്രതീകമാണ്. നെടുകയും കുറുകയുമുള്ള മരക്കഷണം ജീവനെ പ്രതിബിംബിപ്പിക്കുന്നു. കാരണം ജീവനുള്ളപ്പോൾ മനുഷ്യൻ നിലനിൽക്കുന്നു എന്നത് മറന്നു പോകരുത്. അപ്പോൾ കുറുകയുള്ള ഒരു കഷണം, ഒരു മരക്കഷണം മരണത്തിന്റെ പ്രതീകമാണ്. കാരണം മരിക്കുമ്പോൾ മനുഷ്യൻ കിടക്കും. അങ്ങനെ ജീവനും മരണവും തമ്മിലുള്ള സംഘട്ടനവും അതിന്റെ വേദനയും ഒക്കെയും കാൽവരിയുടെ ക്രൂശിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വം തന്നെത്താൻ ത്യജിച്ച് കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുക എന്നതാണ്. അതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നഷ്ടസാധ്യതകൾ സ്വീകരിക്കുന്ന ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ദൈവരാജ്യത്തിന്റെ ഒരു അനുഭവം നമുക്ക് അപ്പോഴാണ് ലഭ്യമായി തീരുന്നത്. അതുകൊണ്ട് ഈ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഈ അനുഗമനം എന്ന് പറയുന്നത് ദിനംതോറുമുള്ള ജീവിതത്തിന്റെ അനുഭവമായിരിക്കണം. ത്യജിക്കുക എന്നത് പലപ്പോഴും അല്പകാലത്തേക്ക് നീക്കിവെക്കുന്ന ഒന്നല്ല, മറിച്ച് അത് ജീവിതത്തിൽ എപ്പോഴും ആ ത്യാഗം ഏറ്റെടുക്കുവാൻ മനസ്സൊരുക്കമുള്ളവരായിട്ട് വേണം ഞാൻ നിങ്ങളുമായിരിക്കാൻ. വീണ്ടും അവസരം ലഭിക്കുമ്പോൾ അവ ഉപയോഗിക്കുകയല്ല, സ്വയത്തോട് ഇല്ല എന്ന് പറയുകയും ദൈവത്തോട് അതെ എന്ന് പറയുകയും ചെയ്യുന്ന ഒരനുഭവം നമ്മളൊക്കെ രൂപാന്തരപ്പെടണം. അതുകൊണ്ട് ക്രൂശിന്റെ സന്ദേശവും സഹനങ്ങളും പീഡനങ്ങളും കഷ്ടതകളും മാത്രമല്ല, ക്രൂശിനപ്പുറമായിരിക്കുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പും തുടർന്നുള്ള ഒരു സ്വർഗാരോഹണവും നാം മറന്നു പോകുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് എന്നെ നിങ്ങളെ വിളിക്കുന്നത് നഷ്ടസാധ്യതകൾ സ്വീകരിക്കുന്ന ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ദൈവരാജ്യ അനുഭവത്തിലേക്കാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പരീക്ഷണങ്ങളുടെ, പീഡനങ്ങളുടെ, കഷ്ടതകളുടെ, നൊമ്പരങ്ങളുടെ, കണ്ണുനീരിന്റെ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാ മധ്യത്തിൽ ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായിരിക്കുന്ന സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതം നയിപ്പാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് പറയുന്നു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16:33 ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക്
ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ലോകത്തെ ജയിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടതകൾ അവസാനമല്ല എന്നും അത് പുതിയ ലോകത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ, ലോകത്ത് കഷ്ടമുണ്ടെങ്കിലും ഈ ലോകത്തെ ജയിച്ചവനായിരിക്കുന്ന ഒരു കർത്താവ് എന്നോട് കൂടെയുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ, വലിയ പ്രത്യാശയോടുകൂടെ ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ട സാധ്യതകൾ ഏറ്റെടുക്കുവാനായിട്ട്, ദൈവരാജ്യത്തിന്റെ നല്ല ഭടന്മാരായി തീരുവാനായിട്ട് കർത്താവിനെ നിങ്ങളെ വിളിക്കുകയാണ്. ആ വിളി ഞാൻ നിങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇതാ ഈ നഷ്ട സാധ്യതകൾക്കപ്പുറത്ത് ഒരു പുതിയ പ്രത്യാശയുടെ അനുഭവം എന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ മഹത്വകരമായിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് നോക്കി പ്രത്യാശയോടെ യാത്ര ചെയ്യുവാനായിട്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ മാധുര്യമേറിയ ശബ്ദത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, വചനപ്രകാരം കർത്താവേ, കർത്താവിന് വേണ്ടി നഷ്ടസാധ്യതകൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. അവിടുത്തെ കൃപയെ ഞങ്ങളെ പൊതിയണം. വചനം കേട്ട ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാതെ ദൈവരാജ്യത്തിന് ഉപയോഗമാകുന്ന നല്ല അനുഭവത്തിൽ ജീവിപ്പാനായിട്ട് അവിടുന്ന് എല്ലാവരെയും സഹായിക്കണം. സകലമാനവും മഹത്വമങ്ങൾ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസവും അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുടെ പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു, പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ, നിങ്ങളോട് കൂടെയും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാടുകൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സർവശക്തനായ ദൈവമേ, സർവ്വ സൃഷ്ടിയുടെയും പരിപാലകനും സൃഷ്ടാവും അങ്ങയുടെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സത്യത്തിന്റെയും നീതിയുടെയും ദൈവിക പ്രവൃത്തിയിൽ കഷ്ടതയുടെയും പീഡനത്തിന്റെയും നടുവിൽ അങ്ങയുടെ ഹിതത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തെ മഹത്വത്തിന് വേണ്ടി കഷ്ടങ്ങൾ കണക്കിടാതെ ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിപ്പാനും ഞങ്ങൾ തന്നെ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടെ ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്ത് തരുവാൻ കഴിയാത്ത സമാധാനം
ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായി ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും കാരണനും ദാതാവുമായി സകല ശക്തിയും ബലമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരണം കൊണ്ട് ഞങ്ങളെ നിലനിർത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് ആത്മീയ ഗാനങ്ങളിൽ 68-ാമത്തെ ഗാനം നമുക്ക് ചേർന്ന് പാടാം. ആത്മീയ ഗാനങ്ങളിൽ 68-ാമത്തെ ഗാനം ചേർന്ന് പാടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിലേക്ക് സമ്പൂർണ്ണമായിട്ട് വണക്കാം.
ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഞങ്ങളുടെ കാലുകളെ വീഴ്ചയിൽ നിന്നും, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും വീണ്ടെടുത്തവനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളോടൊപ്പം പ്രഭാതങ്ങൾ അനേകരെ ലോകത്തോട് മൺമറിഞ്ഞപ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവേ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം വലിയവനായിരിക്കും ദൈവം ഞങ്ങൾക്കായി ഒരുക്കിയ ഭാഗ്യത്തിനായിട്ടും പദവികൾക്കായിട്ടും നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സഭയെ മുഴുവനായിട്ട് അവിടുത്തെ തൃപ്പാദങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും കുടുംബമായിട്ട് വ്യക്തികളായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും കർത്താവ് നടത്തുന്ന എല്ലാ നല്ല വിധങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന കൃപ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും അവിടുന്ന് വഴി നടത്തുകയും പ്രാർത്ഥിക്കുന്നു. ആപത്ത് അനർത്ഥങ്ങൾ നോക്കി കർത്താവ് പ്രിയപ്പെട്ട മക്കളെ വിടുവിക്കും കർത്താവേ, സ്വർഗീയമായിരിക്കുന്ന സംരക്ഷണത്തിന് കീഴിൽ ഉറപ്പോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് ദിനംതോറും വഴി നടത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ സംഘടനകൾക്കായി പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനായിട്ട്, യുവജന സഖ്യത്തിനായിട്ട്, സ്ത്രീജന സഖ്യത്തിനായിട്ട്, ഗായക സംഘത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകൾക്കും നേതൃത്വം നൽകുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകളുടെയും പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും സ്വർഗത്തിലെ തമ്പുരാൻ അവിടെ സമൃദ്ധിയായിട്ട് മാനിച്ച് വഴി നടത്തി പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി കർത്താവെ പ്രയത്നിപ്പാൻ തക്കവണ്ണം അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അവിടെ സഹായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നരയ്ക്കോളം ഞാൻ നിന്നെ ചുമക്കാമെന്നുള്ള വലിയ വാഗ്ദത്തത്തിനായി സ്തുതിക്കുന്നു. വാർദ്ധക്യത്തിൽ നടന്നു പോകാതെ യഹോവയ്ക്ക് വേണ്ടി ഫലം കായ്പാൻ തക്കവണ്ണം അവിടെ നിങ്ങളുടെ മാതാപിതാക്കളെ അവിടെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് ആയുസ് കൊണ്ടും ദീർഘായുസ് കൊണ്ട് നിറയ്ക്കണം. അവിടുത്തെ കൃപയിൽ അവിടുന്ന് എല്ലാവരെയും പുതിയ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാൻ വേണ്ടുവോളം ബുദ്ധിയും ജ്ഞാനവും വിവേകവും പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. ദൈവാത്മാവിനാൽ ഞങ്ങളുടെ പൈതങ്ങൾ വളരപ്പെടുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ആവശ്യ ഭാരമുണ്ടായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മധ്യത്തിലുണ്ട് കർത്താവേ. സ്വന്തമായിട്ട് ഭവനം പണിയുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട്, സ്വന്തമായിട്ട് ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട്, ഉപജീവന മാർഗത്തിനായിട്ട് കാത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട്, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്കായിട്ട് കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഉപജീവനത്തിനായിട്ട് കാത്തു പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്ത യൗവനക്കാരുണ്ട് കർത്താവെ. അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ ഒക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കടഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കഷ്ടതകളിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ സ്വർഗത്തിന്റെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുക. അവിടുന്ന് പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കിളിവാളെ തുറന്ന് പുതുവഴികളെ തുറന്ന് കർത്താവ് അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അവിടെ തൊട്ട് സൗഖ്യമാക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ കരമൊന്ന് അയക്കണമേ. അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അത്ഭുതകരമായിട്ടും അതിശയകരമായിട്ട് കർത്താവ് ഈ നാളുകളിൽ അവിടുന്ന് ജയോത്സവമായിട്ട് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസിന്റെ ആധിക്യം അനുഭവിക്കുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കായിട്ടും എല്ലാ ജനഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്കായിട്ട്, നഴ്സുമാർക്കായിട്ട്, സാമൂഹിക സന്നദ്ധ പ്രവർത്തകർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരോട് ദൈവത്തിന്റെ അദർശനേരെ കരം നീട്ടപ്പെടുവാൻ കർത്താവേ, വലിയ മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തിന് പൂർണ്ണമായിരിക്കുന്ന സൗഖ്യമിടലും പ്രാപിച്ച് ഞങ്ങളുടെ ദേവാലയങ്ങൾ തുറക്കപ്പെട്ട് കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് എല്ലാവരും കടന്നു വന്ന് അങ്ങേ ആത്മാവിലെ സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെല്ലാവരെയും സഹായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ കൃപയിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉൾപ്പെടുന്ന ഞങ്ങളുടെ മഹാടവയ്ക്കായിട്ട്, മഹാടവയിലെ എല്ലാ അച്ഛന്മാർക്കായി, ഉപദേശിമാർക്കായിട്ട്, മിഷണറിമാർക്കായിട്ട്, സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവരെയും സഹായി പ്രാർത്ഥിക്കുന്നു. വിളിച്ച ദൈവോട് വിശ്വസ്തനാണെന്ന കർത്താവേ, അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടുകൂടെ ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം അവിടെ നിങ്ങളെ മുഖാന്തരമാക്കി പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. നൽകുന്ന അഭിമന്യ തിരുമേനിക്കായിട്ടും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. മഹാടെ ഭരിച്ചു വഴി നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് അഭിഷേകത്തിനെ കുടുംബമായിട്ട് അവിടുന്ന് ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മഹാടയുടെ എല്ലാ ശുശ്രൂഷകൾക്കായിട്ടും എല്ലാ പ്രവർത്തനങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിന്മേലും ദൈവ സാന്നിധ്യം അവിടുന്ന് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ അധിവസിക്കുന്ന ഞങ്ങളുടെ ദേശത്തിനായിട്ട്, രാഷ്ട്രത്തിനായിട്ട്, സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ, സംപ്രീതി വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യഹോവ രാജാതിരാജാവായിട്ട് വാഴണം കർത്താവേ. അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന സംരക്ഷണത്തിന് കീഴിൽ ഉറച്ചിരിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെല്ലാവരെയും സഹായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ സഭയുടെ ആത്മീയവും ഭൗതികമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. സ്വർഗത്തിലെ തമ്പുരാൻ സഭയുടെ ആവശ്യങ്ങൾ അറിഞ്ഞു മാനിക്കണമേ. അനേക കുടുംബങ്ങളെ അവിടുന്ന് കൂട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. സഭദേശത്ത് സാക്ഷ്യമുള്ള സമൂഹമായിട്ട് അനേകർക്ക് ശോഭിക്കുന്ന വിളക്കുകളായി തീരുവാൻ തക്കവണ്ണം അവിടെ സഭയെ സഹായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കായി ശ്രദ്ധിക്കുന്ന കർത്താവേ, അവർ കൊടുത്ത എല്ലാ താലന്തുകൾക്കായിട്ടും എല്ലാ കൃപകൾക്കായി ശ്രദ്ധിക്കുന്ന കർത്താവേ, അവരെ അവിടെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന കർത്താവേ. അവരെ കരുതുവാൻ, അവരെ സ്നേഹിക്കാൻ തക്കവണ്ണം സഭയെയും സമൂഹത്തെയും കർത്താവ് അവിടുന്ന് ഒരിക്കലും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കായി ശ്രദ്ധിക്കുന്ന കർത്താവേ, എന്റെ മക്കളുടെ ആവശ്യങ്ങളെ അറിഞ്ഞു മാനി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ആവശ്യങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെക്കാളുപരിയായിട്ട് അവിടെ നിങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അറിയുന്നതിനായിരിക്കും ശ്രദ്ധിക്കണമേ. ആവശ്യങ്ങളെ അറിഞ്ഞു മാനിക്കണം. കൃപയും ഞങ്ങളെ പൊതിയണം. സകലവിധമായ നന്മകളാലും കൃപകളാലും നിറയെ പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും എടുക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമുക്ക് ചെയ്ത സകല നന്മകളെ ഓർത്തുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് പങ്കുകാരായി തീരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയനോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയമനപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതി ചൂടാത്ത സ്നേഹത്തിന് വേണ്ടി, കൃപാവഴികൾക്ക് വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന്, നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന്, അങ്ങനെ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലങ്ങളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ ഞങ്ങൾ കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവിടെ അപേക്ഷയുടെ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാട് ആഗ്രഹങ്ങളെ അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനം, പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടെ കർത്താവിന്റെ ആശീർവാദത്തെ സ്വീകരിപ്പീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവിന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവിന്റെ മുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും കൂട്ടായ്മയും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സഭയെ അറിയിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ, ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. മാസവരി ലേല കുടിശ്ശികളൊക്കെ അടയ്ക്കുവാനായിട്ടുള്ളവർ ഡിസംബർ മാസം 31-ാം തീയതിക്ക് മുമ്പായിട്ട് അടച്ചു തീർക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പെടുത്തുന്നു. നവംബർ മാസം 29-ാം തീയതി, അതായത് അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം സൺഡേ സ്കൂളിന്റെ വാർഷിക പരീക്ഷ
ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പരീക്ഷയ്ക്കായിട്ട് എല്ലാ കുഞ്ഞുങ്ങളും ഒരുങ്ങണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുന്നു. ഡിസംബർ മാസം ആദ്യ ഞായറാഴ്ച വിശുദ്ധ സംസർഗ ശുശ്രൂഷയോട് കൂടിയ ആരാധന നടത്തപ്പെടുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആരാധനയുടെ അവസാനമായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 219 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 219 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. യേശുതൻ വിലതീര സ്നേഹം ആർക്കു വർണ്ണിക്കാം? തന്നന്തികെ ജനനായതറിഞ്ഞോർക്കു താൻ സാധ്യം. യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം, യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ. നാമം ചൊല്ലുന്നതെത്ര മോദം എന്നകതാരിൽ വന്നു അവൻ ചിന്തയെങ്കിലപ്പോഴുണ്ടാമാനന്ദം. യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം, യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ. ശബ്ദം കാതിനെത്ര മോഹനം, എപ്പോഴും കർത്തനോടൊന്നായി പാർപ്പാനത്രയൻ മനം. യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം, യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ. വിശ്വാസമോടൽപനാളികെ ഞാൻ പാർത്തനന്തരം, യേശു കൊണ്ടുപോകുമെന്നെ തൻ പിതാവിൻ വീടതിൽ. യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം, യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവോടുകൂടെ. നമുക്ക് സമാധാനത്തോടെ ഭവനങ്ങളിലായിരിക്കാം.